ഇൻ്റഗ്രേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ ഈ എസ് സ്ക്വയർ ഡിനോമിനേറ്റർ ഫംഗ്ഷനകത്ത് ഒരു പവർ കുറവാണ് ന്യൂമറേറ്റർ എങ്കിൽ നമുക്ക് എപ്പോഴും ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പം ടി ഈക്വൽ ടു ഇവിടെ എസ് സ്ക്വയറിനേക്കാൾ പവർ ഒന്ന് കുറവാണ്. അപ്പം നമ്മൾ ഏതിന് കൊടുക്കണം? എസ് സ്ക്വയർ പ്ലസ് 1-ന് ടി എന്ന് കൊടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി ടി എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. 1-ന്റെ ഡെറിവേറ്റീവ് നമുക്ക് 0 വരും. എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് വരും. ഇനി നോക്കിക്കേ, ഇവിടെ ഡി എക്സും ഉണ്ട് എക്സും ഉണ്ട്. പക്ഷെ ഈ 2 നമുക്ക് ഇവിടെ വേണ്ടല്ലോ. അപ്പം അത് ഡി ടിയുടെ താഴേക്ക് വിടുക. അപ്പം ഡി ടി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഇത് തിരിച്ചു കൊടുക്കണം. ദെയർഫോർ ഐ ഇസ് ഈക്വൽ ടു എക്സിനും ഈ ഡി എക്സിനും പകരം ഡി ടി ബൈ 2. അത് നമ്മൾ എപ്പോഴും ഔട്ട് സൈഡ് ബ്രാക്കറ്റിനകത്ത് ഇടുക. ഡിവൈഡഡ് ബൈ എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? എസ് സ്ക്വയർ പ്ലസ് 1-നല്ലേ. അപ്പം അതിന് നമ്മൾ ടി എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം 1/2 അങ്ങനെ തന്നെ വരും. ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ലോഗ് എക്സ് ആണ്. അപ്പം ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് ടി പ്ലസ് സി വരും. ഇനി നമ്മൾ ഏതിന് കൊടുക്കണം? ഈ ടിക്ക് പകരം നമ്മുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് എന്തിനാ നമ്മൾ കൊടുത്തത്? എസ് സ്ക്വയർ പ്ലസ് 1 തിരിച്ചു കൊടുക്കുക. നമ്മുടെ ആൻസറായി പ്ലസ്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ക്ലാസ്സോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് 2000 രൂപയ്ക്ക് കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.